ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇനി വരാൻ പോകുന്ന പുതുപ്പത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നിധിയുടെ ഓഫീസിലേക്ക് സുധീഷ് പോവാണ്. അവിടെ വെച്ച് ദിവ്യയെ കാണുമ്പോൾ ദിവ്യയോട് നിധിയെ വിളിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ നിധിയോട് അങ്ങനെ നമ്മുടെ സുധീഷ് സോറിയൊക്കെ പറയാം, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയാം, എനിക്ക് മാപ്പ് നൽകണം എന്നൊക്കെ പറയുന്നുണ്ട് സുധീഷ് കേട്ടാ. അപ്പോൾ നിധിയാണെങ്കിലും ഒന്നും മിണ്ടാതെ തന്നെ അകത്തേക്ക് കയറി പോവാണ്. പിന്നീട് രാത്രി നമ്മുടെ നിധി ഓരോന്ന് ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ ഫുഡ് കഴിക്കാൻ നേരമായിട്ട് നമ്മുടെ നിധി ഫുഡ് കഴിക്കാൻ പോകുന്നില്ല കേട്ടോ. അപ്പം ഇങ്ങനെ ഓരോന്ന് ഇന്ന് ഓഫീസിൽ നടന്ന സംഭവമൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്, സുധീഷിൻ്റെ കാര്യങ്ങളൊക്കെ. അതിനുശേഷം ദിവ്യ വരുന്നുണ്ട്. നിധി, നീ എന്താ ഫുഡ് കഴിക്കാൻ വരാത്തതെന്ന് ചോദിക്കുക. അപ്പോൾ എനിക്ക് വിശപ്പില്ല എന്ന് നിധി പറയുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിങ്ങൾ റിലേറ്റീവ്സ് തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് ഒരു ബലൂണിൽ സോറി എന്ന് എഴുതിയിട്ട് ആ ഒരു വിൻഡോൻ്റെ അടുത്തേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ അത് കണ്ടുകൊണ്ട് നമ്മുടെ നിധിയും ദിവ്യയും താഴേക്ക് ഇറങ്ങുന്നുണ്ട്. നിധി ദിവ്യയുടെ അടുത്ത് പറയാണ്, അയാൾക്ക് നിധിയോട് പ്രണയം ആണോ, അയാൾ നിധിയെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ഒക്കെ ആണല്ലോ ഇങ്ങനെ കാണിക്കുന്നത്, എന്താണ് സംഭവം എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നിധി ദിവ്യയോട് പറയുന്നുണ്ട്, ദിവ്യ അതിനെക്കുറിച്ച് എന്നോടൊന്നും ചോദിക്കണ്ട, എനിക്കത് പറയാൻ താല്പര്യമില്ല എന്ന് പറയാം. താഴെ ചെന്ന് നമ്മുടെ നിധിയോട് നമ്മുടെ സുധീഷ് സോറിയൊക്കെ പറയാണ്. എന്നോട് ക്ഷമിക്കും നിധി, ഞാൻ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഞാൻ അറിയാതെ അങ്ങനെ ചെയ്തതാണ് അങ്ങനെയൊക്കെ പറയാം, എൻ്റെ കാരണം കൊണ്ടല്ല ഇങ്ങനെയൊക്കെ ഉണ്ടായതെന്നൊക്കെ പറഞ്ഞിട്ട് ക്ഷമ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിധി ഒന്ന് ക്ഷമിച്ചു എന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റുമെന്നൊക്കെ പറയാണ്. പക്ഷേ നിധി നമ്മുടെ സുധീഷിനോട് ദേഷ്യം കാണിച്ചിട്ട് ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് പോവാണ്. അപ്പോൾ ഹോസ്റ്റലിൻ്റെ കിച്ചണിൽ ചെന്നിട്ട് നമ്മുടെ നിധിയുടെ അടുത്ത് ഹോസ്റ്റലിലെ ഫ്രണ്ട്സ് ഒരു പേപ്പർ കടലാസ് കൊടുക്കുകയാണ് നമ്മുടെ നിധിക്ക്. അതിലാണെങ്കിൽ നിധി ഐ ആം വെരി സോറി എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അവർ നമ്മുടെ നിധിയോട് പറയാണ്, അയാൾക്ക് നിധിയോട് പ്രണയമാണെന്ന് തോന്നുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് അവരും ചോദിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മുടെ നിധി ഇതൊന്നും കൂട്ടാക്കാതെ റൂമിലേക്ക് തന്നെ പോവാം. ആ സമയത്ത് നികേഷ് കോൾ ചെയ്യാണ്. നികേഷിനാണെങ്കിൽ കടുത്ത പനിയാണ്. അങ്ങനെ അതിനുശേഷം പിറ്റേന്ന് തന്നെ നമ്മുടെ നിധി നികേഷിനെ കാണാൻ വേണ്ടിയിട്ട് ആ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്